നമസ്കാരം. അങ്ങനെ നമ്മുടെ ഒരു ഗവർണർ പടിയിറങ്ങി പോയി. SFI കുട്ടികൾ വഴിയിൽ നിന്ന് ടാറ്റ കൊടുത്തു. ആരിഫ് മുഹമ്മദ് ഖാൻ വിചാരിച്ചത് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതാവുമെന്ന്. ഇല്ല, പോവില്ല എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ചുകൊണ്ട് അദ്ദേഹം പോയി. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും അദ്ദേഹത്തെ യാത്ര അയക്കാനായി എത്തിയില്ല എന്നുള്ളതും നമുക്ക് അറിയാം. ഒറ്റയ്ക്ക് തന്നെ അദ്ദേഹം യാത്രയായപ്പോൾ പോലും രാജ്ഭവൻ്റെ വിശാലമായ ഹാളുകളിലെങ്ങും നടന്നില്ല എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ പോയപ്പോൾ ആരും കരഞ്ഞില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് മറ്റൊരു ഗവർണർമാരും ചെയ്യാത്ത തരത്തിൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് തെരുവിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന SFIക്കാർ കുട്ടികൾക്കിടയിലേക്ക് നൊട്ടോറിയസ് ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന ഒരാളെ നമുക്കറിയാം. ക്രിമിനൽസ് എന്ന് ഇവിടുത്തെ കേരളത്തിലെ SFI കുട്ടികളെ വിളിക്കാൻ മാത്രം ചങ്കൂറ്റമുണ്ടായിരുന്ന ഒരു ഗവർണറായിരുന്നു അദ്ദേഹവും നമുക്കറിയാം. സംസ്ഥാന സർക്കാരുമായി ഏത് സമയത്തും തായം കെട്ടിക്കളിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭരണതന്ത്രജ്ഞനെയാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന യൂണിവേഴ്സിറ്റികളിലടക്കം സ്വന്തം ഇഷ്ടക്കാരെ വലിച്ചു കയറ്റിക്കൊണ്ടിരുത്താൻ, അതായത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് നമുക്കറിയാം. ഒരു ഗവർണറായിരുന്നു, അതായത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പലതും സർക്കാരിനെതിരായി ചെയ്തുകൊണ്ടിരുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ തരത്തിൽ ഒരു നീക്കം നടത്തിയത്. അതായത് പൊയ്ക്കോട്ടെ, എന്ത് പറയാനാ, അവിടെ കൊണ്ടുവന്ന് ഇനിയും യാത്രയപ്പ് ചടങ്ങ് നടത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത്രയധികം മാധ്യമങ്ങളെ കണ്ട ഒരു ഗവർണറും ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മുക്കിന് മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഉള്ളതെല്ലാം സർക്കാരിനെതിരായി പ്രചരണങ്ങൾ നടത്തുക, സർക്കാർ അയക്കുന്ന ബില്ലുകളൊന്നും ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുക, ഇത്രയേറെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, സർവകലാശാലകളിൽ സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റുക. അതിൻ്റെ പേരിലാണ് രാജ്ഭവന്റെ മുന്നിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സംരക്ഷണ ജാഥ വരെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇവിടെ എല്ലാം നടത്തിക്കൊണ്ടിരുന്ന ഇത്തരത്തിൽ സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവർണറാണ് സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ നകന്നു പോകുന്നത്. ഇനി അടുത്ത ആളിനെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടി വരും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നേതാവ് ബീഹാറിൽ നിന്ന് വരികയാണ്. ഗോവയിൽ BJPയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരാൾ. എന്തോ ഭാഗ്യത്തിന് അയാൾ എത്തിയില്ല എന്ന് മാത്രം. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് തുടങ്ങിയ RJD തുടങ്ങിയ പാർട്ടികളിലൂടെ പല പാർട്ടികൾ ചവിട്ടിക്കേറിയാണ് ഒടുവിൽ BJPയിൽ എത്തിയത്. എങ്കിലും BJPയുടെ ഒരു ശക്തനായ വക്താവായി മാറാൻ കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ആർലേക്കർ എത്തുമ്പോൾ ആർലേക്കർ ഏകദേശം 4 പതിറ്റാണ്ടിൻ്റെ BJP രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. 4 പതിറ്റാണ്ടായി BJP രാഷ്ട്രീയത്തിൽ ഓടി നടന്ന് പോകുന്ന ഒരാളാണ് ആർലേക്കർ. ഇപ്പോൾ ആശങ്കയോടെയാണ് സത്യത്തിൽ നോക്കിക്കാണുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ച സംഘപരിവാർ അജണ്ടകൾ ഈ ആർലേക്കർ വന്ന് തുടരുമോ എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ആശങ്ക. അദ്ദേഹം ഗോവ ഗവർണറെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഗോവ ഗവർണർ ആരാണ്? PS ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹത്തെ പോയി കണ്ടിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭരണാധികാരി വരുമ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഞാൻ ഒരിക്കലും സർക്കാരിൻ്റെ വിമർശകനായിരിക്കില്ല, ഞാനിവിടെ സർക്കാരിൻ്റെ നിർദ്ദേശകനുമായിരിക്കില്ല, സർക്കാരിൻ്റെ സഹായി മാത്രമായിരിക്കും എന്നൊരു വലിയ പ്രസ്താവന അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ PS ശ്രീധരൻപിള്ള എനിക്ക് തോന്നുന്നു BJPക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില രാഷ്ട്രീയ ബോധങ്ങൾ മറ്റൊരു തരത്തിലാണ്. പലതും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പല വേദികൾ പിണറായി വിജയനെ പേരെടുത്ത് പറയാതെ അദ്ദേഹം അത് പറഞ്ഞതിൻ്റെയാണ്, എൻ്റെ രാഷ്ട്രീയം കൊണ്ട് എനിക്ക് ആ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും നല്ലതിനെ നല്ലത് എന്ന് പറയുന്ന ഒരാളാണ് PS ശ്രീധരൻപിള്ള. അപ്പോൾ PS ശ്രീധരൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തി വന്നതിന് ശേഷമാണ് ഈ ആർലേക്കർ ഈ രീതിയിലൊരു വാക്ക് പറഞ്ഞത്. ഒരിക്കലും ഞാൻ സർക്കാരിൻ്റെ വിമർശകനോ നിർദ്ദേശകനോ ആകില്ല, പകരം സർക്കാരിനെ സഹായിക്കുന്ന ഒരാളായി സർക്കാരിനൊപ്പം ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഇദ്ദേഹം ആ വാക്കുകൾ ആർലേക്കർ പറഞ്ഞിരിക്കുന്നത്. ഇനി പക്ഷേ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. മുഹമ്മദ് ആരിഫ് ഖാൻ നടത്തിക്കൊണ്ടുവന്ന ഒരു പാത അദ്ദേഹം വീണ്ടും പിന്തുടരുമോ? കാര്യം അദ്ദേഹത്തിന് വലിയ വിശാലമായ ഒരു വരവേൽപ്പൊക്കെയാണ് നടത്തിയത്. SFI പിള്ളേരൊക്കെ അവിടെ നിന്ന് ടാറ്റ കാണിച്ച മാത്രമാണ് ആരിഫ് ഖാനെ പറഞ്ഞു വിട്ടതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആർലേക്കറിനെ വളരെ വിശാലമായ അല്ലെങ്കിൽ വളരെ ആർഭാടപൂർണമായ ഒരു വരവേൽപ്പ് നൽകാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു. അദ്ദേഹം ഒരു BJPക്കാരനാണ് എന്നുള്ളത്, BJPയുടെ അല്ലെങ്കിൽ RSSന്റെ ശക്തനായ വക്താവാണ് എന്നുള്ള വിവരം ഇതിന് മുൻപേ അറിഞ്ഞിട്ട് പോലും നമ്മുടെ സർക്കാർ അതിനുവേണ്ട ഒരു മാന്യത, ഒരു ഗവർണറെ അർഹിക്കുന്ന പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി.
ഇനിയും അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നുള്ളത് നമുക്കറിയില്ല. RSSുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. BJPയുടെ കേന്ദ്ര നേതൃത്വവുമായും പ്രധാനമന്ത്രിയുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഈ വിശ്വനാഥ് ആർലേക്കർ എന്നുള്ളതാണ് നമുക്കറിയാവുന്ന മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഗവർണറുടെ യാത്ര ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിലവിൽ എല്ലാവർക്കും ആശങ്കയുള്ളത്. പേടിയോ? എനിക്കോ ചിരി പുളിക്കും. എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ തന്നെയാ. വാ വന്ന് കഴിക്ക്. ദാ നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. നീയാ ഇവരെ വഷളാക്കുന്നത്. പിള്ളേരല്ലേ. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. ഇനി തൈരിൽ മതി പുളിയും പുളിയില്ലാത്തത്. കേട്ടല്ലോ? മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.